എഹേ എഹേ എൻ്റെ പേര് ചിങ്കം. എനിക്ക് വയസ്സ് 40. ഞാനാണെങ്കിപ്പോ 100 പുഷപ്പ് എടുത്ത് കഴിഞ്ഞു. 102, 103, 104, 5. ചിങ്കൻ സാറേ, ഇങ്ങക്ക് വയ്ക്കാത്ത പണിക്ക് നിൽക്കണ്ട. ഇന്റെ പോലെ പാട്ടുപാടി നിന്നോളി. ഓ ഓ മുതലാളി, എന്റെ പട്ടിക്കാട്ടം അയ്യോ ഫ്രീസായി പോയി. അതേമാതിരി എൻ്റെ ബീഫ് സ്റ്റീക്ക് അതും പൊട്ടിക്കാട്ടം പോലെ ആയിപ്പോയി. അതിന്റെ ഇടയിൽ കൂടെ ഇനിയിപ്പോ ആരോ കോളിംഗ് ബെല്ല് അടിച്ചിട്ടും വരുന്നുണ്ട്. ആരോ നോക്കി നോക്കാം. എടാ മോനെ, ആരാന്ന് നോക്കിട്ട് വാടാ. പിന്നെ അതൊന്നും പറ്റൂല. നിങ്ങളും വരണം. പിന്നെ ഞാൻ എന്തിനാ വെറുതെ പോവാ? നിങ്ങളൊക്കെ ഇവിടെ വെറുതെ ഇരിക്കല്ലേ? വരി. ഞാനില്ലട്ടാ. ഇജ്ജെന്തേലും ഇല്ലേലും ഒരേ മാതിരി തന്നെ. അവിടെ ഇരുന്നോ. അല്ല, ആരപ്പി പുറത്ത് കിണുന്നാവോ? ഡിഫൻഡർ അല്ലടാ കിടക്കണത്. ആരത്തപ്പ അത്? സ്പൈഡർമാൻ. ഇജ്ജ് പുതിയ വണ്ടിയൊക്കെ എടുത്തോ? ഈ നേരത്തെ ഇജ്ജ് ഡിഫൻഡർ എടുത്ത് എത്തപ്പോ ഡിഫൻഡറൊക്കെ എടുത്തിട്ട് കാട്ടാൻ പോണത്? എന്തായാലും ക്രിസ്മസ് ഒക്കെ വരികയാണല്ലേ? ക്രിസ്മസിന്റെ സ്പെഷ്യലാ? എടാ ഫ്രാങ്ക്ലി, നീ സംഭവം ഇത് ക്രിസ്മസിന് സ്പെഷ്യലൊക്കെ തന്നെയാണ്. പിന്നെ വണ്ടിന്റെ വില നമ്മുടെ സാന്റാക്ലോസിന്റെ തന്നെ. എടാ മോനെ, നീ എന്താ പറഞ്ഞേ? ഒന്നുകൂടെ പറഞ്ഞേ. വണ്ടി സാന്റാക്ലോസിന്റെ. അപ്പൊ പുള്ളി എവിടെ പോയി? പുള്ളിക്കൊരു കല്യാണം വൈകും. അപ്പൊ ഇരുവയ്ക്കാണ് പുള്ളി അതിന്റെ വിടുന്നാണ്. അതൊക്കെ ഓക്കെ. ഇജി വണ്ടി എടുത്തിട്ട് എന്തിനാ ഇങ്ങോട്ട് വന്നിക്കണ്? ആളിനൊരു കാര്യം പറഞ്ഞു. ഈ ജാനില്ലെങ്കിലേ ഈ വണ്ടിക്കൊന്ന് മോഡിഫിക്കേഷൻ ചെയ്ത് തരാന്. എന്നോടല്ല അന്നോട്. ആ മോഡിഫിക്കേഷൻ ചെയ്ത് കൊടുത്തീഞ്ഞാരി അനക്കൊരു പുതിയ ഡിഫറൻട്രി തരാനായിരുന്നു. അതാണ് കൂടുന്നത്. സാന്റാക്ലോസ് ആയിട്ട് 10 വാക്കുമായിരിക്കും. ജെന്തായിട്ട് വണ്ടി എടുത്തി നേരെ 3 വർഷം കൂടെ. പിന്നെ അമ്മൂനേഷനിലൊന്ന് നിർത്തണട്ടാ. മറ്റേ ഗണ്ണിന് ബുള്ളറ്റ് വാങ്ങണം. ഇങ്ങള് കണ്ണിന് ബുള്ളറ്റ് വാങ്ങണേക്കാൾ നല്ലത് മറ്റേ പൊട്ടാസ് സ്റ്റോക്ക് കൈ പിടിക്കണം. നിങ്ങൾ എങ്ങനെ പൊട്ടിച്ചാലും തെങ്ങുമ്മ പോയിട്ട് തട്ടിയിട്ട് അതിൻ്റെ മറ്റേ തേങ്ങാകോലല്ലേ നിങ്ങളെ തലമുക്കി ആടല്. വേറൊരു പണിയില്ലല്ലോ. കൊച്ചിറുക സിംഗം എന്ന് വെച്ച ഫയറാട്ടാ. സോറി സിംഗം സാറേ, ഈ നേരത്തെ മഞ്ഞും നല്ല മഴയും പെയ്യുന്ന സമയമാണ്. അതുകൊണ്ട് ഈ ഫയറൊക്കെ പെട്ടെന്ന് കെട്ടും. വല്ല പെരടടിയിലും പോയിരുന്നു. അതെനിക്ക് മനസ്സിലായി. അതെന്റെ മറ്റേ കയ്യിൽ വല വരാത്തോട്ടല്ലേ. എന്റെ കൈയും മറ്റേ ഇത് മൊട്ടിയില്ലേ, നല്ലതാ. എടാ മോനെ, നീ നേരെ നോക്കി വണ്ടി ഓടിക്കും. വേഗം നമ്മുടെ ബെന്നിയുടെ കസ്റ്റംസ് ഒക്കെ വിട്. അല്ലെങ്കിൽ വേണ്ട, ലോസ് ആഞ്ചൽസിൽ തന്നെ പോയാൽ മതി. അങ്ങനെ നമ്മളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബെന്നിയുടെ അല്ല, എൻ്റെ ഗ്യാരേജിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ അടിച്ചോണ്ട് കയറ്റാം. വണ്ടി എന്തായാലും പറപ്പിച്ചങ്ങോട്ട് വിടാം. ഒന്നും പറയണ്ട. സ്പീഡ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്രേക്ക് എന്തായാലും കിട്ടൂല അറിയാം. കാരണം ഇത് സ്റ്റോക്ക് വണ്ടിയാണ്. പിന്നെ ഈ വണ്ടിക്കാണെന്നുണ്ടെങ്കിൽ പ്രത്യേക പവറൊന്നും ആക്കിയിട്ടില്ല. ഒക്കെ നമ്മളാക്കണം. എന്നാലും ഞങ്ങളാണെന്നുണ്ടെങ്കിലേ വണ്ടിക്ക് കളറും ഒക്കെ അടിച്ചിട്ട് സെറ്റാക്കിയിട്ട് വണ്ടിയുടെ കുറച്ച് പവറൊക്കെ കൂട്ടിയിട്ട് വരാം. നിങ്ങൾക്കത് നോക്കിയിരിക്കണമെങ്കിൽ ബോറടിക്കും. അതോട്ട് ഞമ്മക്കേ സെറ്റാക്കിയിട്ട് ഇപ്പം വരാം. അങ്ങനെ നമ്മളെ വണ്ടിപ്പണി കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഡിഫൻഡർ എടുത്തിട്ട് പുറത്തൊക്കെ ഇറങ്ങിയപ്പോൾ നല്ല കാറ്റുണ്ട്, നല്ല സ്നോ വീഴ്ചയുണ്ട്. എന്തായാലും കുറച്ച് ദിവസത്തിന്റെ ഉള്ളിൽ മഞ്ഞൊക്കെ പാടി പെയ്ത് നമ്മളെ നാട്ടിൽ ക്രിസ്മസിന്റെ അടിപൊളി വൈബിലേക്കാരം. അപ്പൊ സാന്റാക്ലോസ് എന്തായാലും ഞമ്മക്ക് ഡിഫൻഡർ തന്നാ മതി. ഞാനാണെന്നുണ്ടെങ്കിൽ ഒന്നും നോക്കില്ല. വണ്ടിയുടെ സൈഡിലും അവിടെയും ഇവിടെയൊക്കെ ഫുൾ കിറ്റും മറ്റും മറിച്ചതിനൊക്കെ പറഞ്ഞിട്ട് ഫുൾ അങ്ങോട്ട് എടുത്ത് കയറ്റി വെച്ചേക്കും. പിന്നെ വണ്ടിയുടെ കളറും മാറ്റിയിരിക്കണു, റെഡ് ആക്കിയിരിക്കണു. മേലെ പിന്നെ ബ്ലാക്ക് അടിച്ചിരിക്കണു. ഫുള്ള് റെഡ് അടിച്ച് കഴിഞ്ഞാല് വലിയ രസം ഉണ്ടാവില്ലായിരുന്നു. പിന്നെ ഉള്ളിൽ ഇന്റീരിയർ ആണെന്നുണ്ടെങ്കിൽ നമ്മളെ ഒരു സൺറൈസ് ഓറഞ്ചോ ബ്രൗണോ അങ്ങനെ ഇത് പറഞ്ഞിട്ടൊരു കളർ ഉണ്ടായിരുന്നു, അതും അടിച്ചേക്കണു. പിന്നെ മറ്റേ ടർബോ എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു സാധനം കണ്ട്, അതും എവിടെയാണ് ആഡ് ചെയ്ത്. പിന്നെ ട്രാൻസ്മിഷൻസ് അത് ഞാൻ റൈസാ കൊടുത്തത്. എന്ത് സാന്റാക്ലോസ് ഒക്കെ ഒന്ന് അടിച്ച് മിന്നട്ടെ. ഡിഫൻഡർ എല്ലാം എടുത്തേക്കണ്, അപ്പൊ കുറച്ച് അടിപൊളിയാക്കട്ടെ. പിന്നെ നമ്മളെ എഞ്ചിനാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ടോപ്പ് എഞ്ചിൻ കയറ്റി വെച്ചേക്കണു. പിന്നെ അധികം പവർ കൊടുത്തു കഴിഞ്ഞാൽ സാന്റാക്ലോസ് ആണ്, വയസ്സായ ആളാണ്. എവിടേക്കൊക്കെ പോണേ ആർക്കറിയാം. എന്തായാലും എനിക്ക് ഗണ്ണിന്റെ ബുള്ളറ്റ് കിട്ടി. ഇനി എന്തായാലും എനിക്ക് വെടിവെക്ക. എടാ ചിങ്കൻ സാറേ, ഇയാള് വന്നെന്ന് തന്നെ ഇയാളോടുള്ള അഭിമാനം എനിക്ക് നഷ്ടപ്പെട്ടു. ഇയാൾ അങ്ങനെ തന്നെയാണ്. ഇയാൾ ഫുള്ള് നോണയാണ്. ഇയാൾക്ക് ഈ ഗണ്ണിൻ്റെ ബുള്ളറ്റ് എന്ത് കിട്ടിയിട്ട് കാര്യം? ആ ഗണ്ണിൻ്റെ ബുള്ളറ്റ് വാങ്ങണ കായോട്ട് ഒരു 10 ഐസ്ക്രീമിൻ്റെ പെട്ടി വാങ്ങിയ ഈ തണുപ്പത്ത് വെച്ചാൽ തിന്നാൻ എന്തൊരു ടേസ്റ്റ് ആയിരുന്നു.
അല്ല ഫൈഡർമാനെ. കൊച്ചുവിൾപ്പേ ഇന്ന പേര് ഫൈഡർമാൻ അല്ല, സ്പൈഡർമാൻ ആണ്. പിന്നെ ഐസ്ക്രീം ഒക്കെ കിട്ടിയ നമ്മൾ തിന്നിട്ടോ. ഇതെന്തായില്ലേ ഒരു പറ്റേ ഐസ്ക്രീം എടുത്തൊക്കെ ഞാനിതാ വരുന്നുണ്ടായി. എടാ ചങ്ങായിമാരെ, ഇങ്ങക്ക് ഈ തൊള്ളടക്കാതെ വണ്ടിയിൽ ഇരുന്നൂടെ? അതിലൊന്ന് കടന്നുറങ്ങിക്കൂടെ? നല്ല തണുപ്പല്ലേ പുറത്ത്. ഏത് നേരത്ത് നോക്കിയാലും തൊള്ളട്ടുങ്ങാണ്ട്. ഔ ഇജങ്ങോട്ട് പറയണ്ട കേട്ടോ. ഇജാണാ പറയണത്. ആ അത് നടക്കൂല. പിന്നെ എത്താപ്പറ്റി കാട്ടണത്? ആ വണ്ടിയാണ് മാറ്റിയിടാൻ പറയേ. എൻ്റെ വണ്ടിയൊക്കെ പുറത്തെടുത്തേ. എന്നിട്ടേ ഡിഫൻഡർ എടുത്തിട്ട് ഉള്ളിൽ കയറ്റേ. ഡിഫൻഡർ പുതിയ വണ്ടിയാണ്. അപ്പോൾ ഈ പഴയ വണ്ടിയൊക്കെ പുറത്ത്. ആ നാളെ സ്കൂൾക്ക് ഈ വണ്ടി തന്നെ പോവാനുള്ളത് കേട്ടോ. അല്ല അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. സാന്റാക്ലോസിൻ്റെ വണ്ടിയല്ലേ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ആ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ട് സബ്സ്ക്രൈബ് അടിക്കണം കേട്ടോ. ഈ ചെക്കനാര് സബ്സ്ക്രൈബ് ചെയ്യണില്ല പറഞ്ഞിട്ട് ഇന്നലെ ഒരേ കരച്ചില്. അതേപോലെ ലൈക്ക് അടിക്കണേ. ആ പിന്നെ ഗെയ്സ്, ഇങ്ങക്കേ ഒരു ചെറിയൊരു ഓഫർ തരാം. ഓഫറല്ല, ഒരു സർപ്രൈസ്. അതായത് ഈ ഡിഫൻഡറിന് നമ്പർ പ്ലേറ്റ് ഇട്ടിട്ടില്ല. അപ്പോൾ ഡിഫൻഡറിന് നമ്പർ പ്ലേറ്റ് ഇടുമ്പോൾ എന്തായാലും ഞാനാണ്. അപ്പോൾ നിങ്ങളെ പേര് ഇതിൽ ഞാൻ ഇട്ടാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളൊരു പേര് കമൻറ്റ് ചെയ്യുക. അതേപോലെ വീഡിയോക്ക് ലൈക്ക് പിടിക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ കമൻറ്റ് ചെയ്ത ആൾക്ക് നമ്മൾ ആളുടെ പേര് അവിടെ അടിച്ചു കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ ബൈ. ചോപ്പിനില്ല സ്റ്റീക്ക് മേടിച്ചിട്ടുണ്ടാവും. രക്ഷിക്കണേ. അയ്യോ എടാ അതൊന്നും പ്രശ്നമില്ല, പേടിക്കണ്ട. ഞാൻ ഇവിടെ ഉള്ളത്തോളം കാലം ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പം ലവ് യു ഓൾ, ടാറ്റ, ബൈ ബൈ, ഗുഡ് ബൈ. ചോപ്പിന് അവിടെ ജീവൻ കൊടുക്കുന്ന തന്നെ ഉണ്ടോ നോക്കട്ടെ. അതിന് ഞാൻ വെള്ളം വെച്ച് കൊടുത്തിരുന്നു. അത് ഐസും കട്ടായിരുന്നു, ആർക്കറിയാം. ഇഹു ചോപ്പൊക്കെ ഇവിടെ ജീവനോട് തന്നെ ഉണ്ട്. പിന്നെ എല്ലാവർക്കും ബൈ ബൈ പറയട്ടെ. ആ ക്യാമറ ഓഫ് ചെയ്ത് നമുക്ക് ഡിഫൻഡർ എടുത്തിട്ടേ മൗണ്ട് ചില്ലയുടെ വരെ പോയിട്ട് വരാം. സാന്റ കണ്ടാലേ പ്രശ്നം.